നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കുറുനരി ആക്രമണം തടയാൻ നടപടികൾ തുടങ്ങി. ചേർപ്പ് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന മുത്തുള്ളിയാൽ തോപ്പ്, പടിഞ്ഞാട്ടുമുറി, പാറാപ്പറമ്പ്, പണ്ടാരച്ചിറ എന്നിവിടങ്ങളിൽ വനം വകുപ്പ് പരിശോധന നടത്തി. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് പള്ളി വികാരിയെ പള്ളിയിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ പെരിഞ്ചേരി സ്വദേശിയായ 32 വയസ്സുള്ള ലിയോ പുത്തൂരാണ് മരിച്ചത്. മകൻ വാഹന അപകടത്തിൽ മരിച്ചതിൽ മനം നൊന്ത് അമ്മ ആത്മഹത്യ ചെയ്തു. ചേർപ്പ് പെരുമ്പിള്ളിശ്ശേരി കോച്ചേരിപ്പറമ്പിൽ 58 വയസ്സുള്ള രാധയാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കുറുനരി ആക്രമണം തടയാൻ നടപടികൾ തുടങ്ങി. ചേർപ്പ് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന മുത്തുള്ളിയാൽ തോപ്പ്, പടിഞ്ഞാട്ടുമുറി, പാറാപ്പറമ്പ്, പണ്ടാരച്ചിറ എന്നിവിടങ്ങളിൽ വനം വകുപ്പ് പരിശോധന നടത്തി. വനം വകുപ്പ് പട്ടിക്കാട് റേഞ്ചിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എസ് രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗം നസീജ മുത്തലിഫും അടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. കുറുനരികളുടെ സങ്കേതമായ കാട് പിടിച്ച പറമ്പുകൾ സംഘം സന്ദർശിച്ചു. കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ നാട്ടുകാരിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ തേടി. പഞ്ചായത്തിലെ 5 വാർഡുകൾ ഉൾപ്പെട്ട പ്രദേശത്ത് കുറുനരികൾ വരുത്തിയ നഷ്ടം ഭയാനകമാണ്. 90 വയസ്സായ വയോധിക ഉൾപ്പെടെ 6 പേർക്ക് കടിയേറ്റു. കറവ പശുക്കൾ ഉൾപ്പെടെ 6 ആടുകളും 2 ആടുകളും കടിയേറ്റ് പെയ്യിളകി ചത്തു. 300ഓളം താറാവുകളെയും കുറുനരികൾ കൊന്നൊടുക്കി. കടിയേറ്റ് ദിവസങ്ങൾക്കുള്ളിലാണ് കറവമാടുകൾ പിടഞ്ഞു ചത്തത്. പടിഞ്ഞാറ്റുമുറി പാറാപ്പറമ്പ് തൈവളപ്പിൽ ഷംസുദ്ദീന്റെ 1 വയസ്സുള്ള പശുക്കുട്ടി, 6 മാസമായ മൂരിക്കുട്ടി, വെള്ളാമ്പറമ്പിൽ വിനോദന്റെ 9 മാസം പ്രായമായ പശുക്കുട്ടി, പണ്ടാരച്ചിറ കക്രാലി അബ്ദുൽ കരീമിന്റെ 7 ലിറ്റർ കറവയുള്ള പശു, വെള്ളാമ്പറമ്പിൽ ഹരിദാസിന്റെ 1 കറവ പശു, ഗർഭിണിയായ പശു, തോപ്പുംപറമ്പിൽ അൻസാറിന്റെ 2 ആടുകൾ എന്നിവയാണ് ചത്തത്. വീട്ടിനുള്ളിലും തൊഴുത്തിലും അതിക്രമിച്ചു കയറി ആളുകളെയും മൃഗങ്ങളെയും മാരകമായി കടിച്ചു മുറിവേൽപ്പിക്കുന്ന ഇവയെ ഭയന്നാണ് മുത്തുള്ളിയാൽ തോപ്പ്, പണ്ടാരച്ചിറ, പടിഞ്ഞാട്ടുമുറി, പാറാപ്പറമ്പ്, പെരുമ്പിള്ളിശ്ശേരി, ചൊവ്വൂർ എന്നീ പ്രദേശങ്ങളിലെ ജനങ്ങൾ കഴിയുന്നത്. CC മുകുന്ദൻ MLAയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തെ തുടർന്നാണ് വനം വകുപ്പ് സ്ഥലത്ത് പരിശോധനയ്ക്കെത്തിയത്. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് പള്ളി വികാരിയെ പള്ളിയിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ പെരിഞ്ചേരി സ്വദേശിയായ 32 വയസ്സുള്ള ലിയോ പുത്തൂരാണ് മരിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് പതിയാരം പള്ളിയിൽ ഇദ്ദേഹം വികാരിയായി ചുമതലയേറ്റെടുത്തത്. 6 വർഷം മുൻപാണ് ഫാദർ ലിയോ പുത്തൂർ അച്ഛൻ പട്ടം സ്വീകരിച്ചത്. പള്ളി അധികൃതരും നാട്ടുകാരും പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മകൻ വാഹന അപകടത്തിൽ മരിച്ചതിൽ മനം നൊന്ത് അമ്മ ആത്മഹത്യ ചെയ്തു. ചേർപ്പ് പെരുമ്പിള്ളിശ്ശേരി കോച്ചേരിപ്പറമ്പിൽ 58 വയസ്സുള്ള രാധയാണ് മരിച്ചത്. കണിമംഗലത്ത് വാഹനാപകടത്തിൽ മരിച്ച യുവാവിന്റെ അമ്മ ആത്മഹത്യ ചെയ്ത നിലയിൽ. പെരുമ്പിള്ളിശ്ശേരി ആലക്കാട്ടുമന റോഡിൽ കോച്ചേരിപ്പറമ്പിൽ നാഗരാജന്റെ ഭാര്യ 58 വയസ്സുള്ള രാധയാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ മെയ് 10 കണിമംഗലം മേൽപ്പാലത്തിന് സമീപം ബസ്സിടിച്ച് ആണ് ബൈക്ക് യാത്രികനായ വിനോദ് കുമാർ മരിച്ചത്. മകന്റെ മരണവാർത്ത അറിഞ്ഞതു മുതൽ തളർന്ന അവശയായ രാധ ചൊവ്വാഴ്ച രാവിലെ വീടിന്റെ അടുക്കള വരാന്തയിൽ സാരിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു. ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പരേതനായ വിനോദ് കുമാർ, വിദ്യ എന്നിവർ മക്കളും വെങ്കിടേഷ് മരുമകനുമാണ്. ഊരകം മൈമ്പിള്ളി ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ശില സ്ഥാപിച്ചു. വിശേഷാൽ പൂജകൾക്കു ശേഷം ക്ഷേത്രം മേൽശാന്തി തരണനെല്ലൂർ മരയ്ക്കൽ ദിനേശ്വരൻ നമ്പൂതിരി കല്ലിടൽ കർമ്മം നടത്തി. ദേവസ്വം ഓഫീസർ സിജു വാസുദേവൻ, അനന്തനാരായണൻ സ്വാമി, ഗോപിനാഥൻ, രാമചന്ദ്രൻ, നാരായണസ്വാമി, ഭക്തർ, ദേവസ്വം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കോൾ കർഷകർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. നെല്ല് സംഭരണത്തിൽ നിലവിലുള്ള പ്രോത്സാഹന തുക 2021 മുതൽ വെട്ടിക്കുറച്ച കേരള സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും വെട്ടിക്കുറച്ച പ്രോത്സാഹന തുക പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. അപ്പോൾ കൃഷി ഇന്ന് ഒരു വെല്ലുവിളിയായി തീർന്നിരിക്കുന്നു. കഴിഞ്ഞ 3-3.5 വർഷക്കാലമായിട്ട് ഈ നെൽകൃഷിയിൽ നിന്ന് പലരും പിറകിൽ പോയിരിക്കുന്നു. ഒരു ഉത്സാഹത്തോടു കൂടി വന്ന് അല്പം വില കൂട്ടിക്കിട്ടിയിരുന്ന സന്ദർഭത്തിൽ ഒരു ആവേശം ഈ നെൽകൃഷിയിലുണ്ടായിരുന്നു.
പക്ഷേ ഇന്ന് ആ നെൽകൃഷി വിട്ട് പലരും ഒഴിഞ്ഞൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. നെല്ലിൻ്റെ വില വളരെ കുറഞ്ഞതും കിട്ടാനില്ലാത്ത അവസ്ഥയും, ഭൂമിയുടെ വില പോലും കാർഷിക രംഗത്ത് നെൽകൃഷി വളരെ ഇടിഞ്ഞിരിക്കുന്ന പശ്ചാത്തലമാണ്. ഗവൺമെൻറ് ഈ വിഷയത്തിൽ വളരെ സത്യസന്ധമായി പരിശോധിച്ച്, പലപ്പോഴും ഈ ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് ഡൽഹിയിൽ നടക്കുന്ന കാർഷിക സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ഡൽഹിയിലേക്ക് ചലോ നടത്താൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുമ്പോൾ, സ്വന്തം മണ്ണിൽ കേരളത്തിൽ കൃഷിക്കാരെ ചതിച്ചുകൊണ്ടിരിക്കുന്ന, വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന, അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നയം മാറ്റേണ്ടതാണ്. അതിശക്തമായ സമരപരിപാടികൾ ഇല്ലെങ്കിൽ കോൾ കൃഷിക്കാർ നടത്തും എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. നെല്ല് സംഭരണത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ള നെല്ലിന്റെ വില മെയ് മാസം 31-നുള്ളിൽ നൽകി തീർത്തില്ലെങ്കിൽ ജൂൺ മാസം ആദ്യവാരത്തിൽ സമരം ചെയ്യാനും സംഘടന തീരുമാനിച്ചു. ഏനാമാവ് റെഗുലേറ്ററിന്റെ ഷട്ടർ മാറ്റി സ്ഥാപിക്കുന്ന പണിയുടെ ടെൻഡറിൽ ചില കരാറുകാർക്ക് ഇറിഗേഷൻ വകുപ്പ് ഒത്താശ ചെയ്തു കൊടുത്തു തർക്കം സുപ്രീം കോടതിയിലെത്തിച്ച സംഭവത്തിൽ യോഗം പ്രതിഷേധിച്ചു. റീബിൽഡ് കേരളയിൽ സബ്മേഴ്സിബിൾ പമ്പ് സ്ഥാപിക്കുന്ന പണിയിൽ കരാർ വ്യവസ്ഥ പാലിക്കാത്ത കരാറുകാരന് സഹായം നൽകുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും യോഗം വിലയിരുത്തി. യോഗത്തിൽ മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിച്ചു. KK കൊച്ചു മുഹമ്മദ്, NS അയ്യൂബ്, ഗോപി കോളങ്ങാട്ട്, KK രാജേന്ദ്രബാബു, TA പോൾ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, TV ഹരിദാസ്, AR രാജേഷ്, TJ സെബി, EG ഗോപാലകൃഷ്ണൻ, MR മോഹനൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര ദർശനത്തിനെത്തിയ യുവതിയോട് അപമര്യാദയായി പെരുമാറിയ പൂജാരി അറസ്റ്റിൽ. കർണാടക സ്വദേശി 40 വയസ്സുള്ള പ്രദീക് മെഹ്ലയാണ് വാടാനപ്പള്ളി പോലീസിന്റെ കസ്റ്റഡിയിലായത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുക്കുളങ്ങര ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ യുവതിയെ കയറിപ്പിടിച്ചു എന്നാണ് പരാതി. കർണാടക ദക്ഷിണ കന്നഡ ജില്ലയിൽ കൗക്കർത്തി നെല്ലിത്തടുക വീട്ടിൽ 40 വയസ്സുള്ള പ്രദീക് മെഹണ്ടലെയാണ് വാടാനപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജു, സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 12-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കാവടി ഉത്സവത്തിനിടെയുള്ള തർക്കത്തെ തുടർന്ന് 3 പേരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. 5 പ്രതികളെ കയ്പമംഗലം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 11-ാം തീയതി രാത്രി 10:30-ന് കൂട്ടാലപ്പറമ്പ് ക്ഷേത്രത്തിനടുത്ത് വെച്ച് ഹൈസ്കൂൾ കാവടി സംഘത്തിന്റെ കമ്മിറ്റിയിലെ ഖജാൻജിയായ ചന്ദ്രാപിന്നി കുറ്റാലപ്പറമ്പ് ദേശത്ത് മലയാട്ടിൽ വീട്ടിൽ 29 വയസ്സുള്ള ഋഷികേഷ് എന്നയാളെ അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് കാവടിയിലെ വാദ്യമേളങ്ങളോടൊപ്പം ഡാൻസ് കളിക്കുകയായിരുന്ന പ്രതികളിൽ ഒരാളായ കയ്പമംഗലം കൂട്ടാലപ്പറമ്പ് കോട്ടുക്കൽ വീട്ടിൽ 21 വയസ്സുള്ള ആദിത്യ കൃഷ്ണ എന്നയാളോട് അല്പം മാറി നിൽക്കാൻ പറഞ്ഞതിലുള്ള വിരോധത്തിലായിരുന്നു ആക്രമണം. ഋഷികേശിനെയും സുഹൃത്തിനെയും അച്ഛനെയും പ്രതികൾ മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും ഷർട്ടിന് ഉള്ളിൽ ഒളിപ്പിച്ച വാളെടുത്ത് വീശി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ്. കയ്പമംഗലം കൂട്ടാലപ്പറമ്പ് കോട്ടുക്കൽ വീട്ടിൽ 21 വയസ്സുള്ള ആദിത്യ കൃഷ്ണ, ചന്ദ്രാപിന്നി മുക്കപ്പിള്ളി വീട്ടിൽ 27 വയസ്സുള്ള വിഷ്ണു, ചന്ദ്രാപിന്നി മുക്കപ്പിള്ളി വീട്ടിൽ 25 വയസ്സുള്ള വൈഷ്ണവ്, ചന്ദ്രാപിന്നി ചാലിവള്ളി വീട്ടിൽ 23 വയസ്സുള്ള അതിൽ, അന്തിക്കാട് ചെമ്മാപ്പള്ളി മണിയങ്കാട്ടിൽ വീട്ടിൽ 22 വയസ്സുള്ള പാർത്ഥിവ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ആദിത്യ കൃഷ്ണയുടെ പേരിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും കഞ്ചാവ് ബീഡി വലിച്ചതിനുള്ള ഒരു കേസുമുണ്ട്. വിഷ്ണുവിന്റെ പേരിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും കഞ്ചാവ് ബീഡി വലിച്ചതിനുള്ള 2 കേസുകളും, മാള പോലീസ് സ്റ്റേഷനിൽ മനുഷ്യജീവന് അപകടം വരത്തക്കവിധം വാഹനം ഓടിച്ചതിനുള്ള ഒരു കേസുമുണ്ട്. പാർത്ഥിവ് കൃഷ്ണയുടെ പേരിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും ഒരു അടിപിടി കേസും, കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് ബീഡി വലിച്ചതിനുള്ള ഒരു കേസുമുള്ളതായി അന്വേഷണ സംഘം അറിയിച്ചു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ്, വിൻസെന്റ്, ഹരിഹരൻ, ASI അൻവറുദ്ദീൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഫാറൂഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ചാവക്കാട് ബ്ലോക്ക് കർഷക ഉൽപാദന വിപണന സഹകരണ സംഘത്തിന്റെ സഹകരണത്തോടെ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് NIT-യുടെ സഹകരണത്തോടെയാണ് ചെമ്മീൻ കൃഷിയിലെ ബയോഫ്ലോക് സാങ്കേതികവിദ്യ പരിശീലന പരിപാടി നടത്തിയത്.
57ലധികം കർഷകർ പരിശീലനത്തിൽ പങ്കെടുത്തു. പയ്യന്നൂർ ഫിഷറീസ് കോളേജിലെ പ്രൊഫസർ ഡോക്ടർ പി ഡോണ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് കർഷകോൽപാദക സംഘം പ്രസിഡന്റ് ഷാജി അധ്യക്ഷത വഹിച്ചു. ബേപ്പൂർ ഫിഷറീസ് ഓഫീസറായ വിഷ്ണു ആർ നായർ ക്ലാസ് എടുത്തു. FPO സെക്രട്ടറി റോസി, NIT കാലിക്കറ്റിലെ റിസർച്ച് അസിസ്റ്റന്റ് വീണ സുരേഷ്, നാട്ടിക FEO അശ്വിൻ രാജ്, ബയോഫോക്സ് ചെമ്മീൻ കർഷകൻ CK ഷാജിൽ, FPO ബോർഡ് അംഗം സുരേഷ് എന്നിവർ സംസാരിച്ചു. പരിശീലനത്തിൽ കേരള ഫിഷറീസ് വകുപ്പിലെ വിദഗ്ധരുടെ വിശദമായ സെഷനുകൾ ഉൾപ്പെടുത്തിയിരുന്നു. പുതുക്കാട് ദേശീയപാതയോരത്ത് ഫ്ലവർ മിൽ കത്തിനശിച്ചു. ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത്. പുതുക്കാട് സ്വദേശി താഴത്ത് രാജന്റെ ഉടമസ്ഥതയിലുള്ള റോയൽസ് ഫ്ലവർ മില്ലിലാണ് തീപിടുത്തം. 2 നിലകളിലുള്ള കെട്ടിടത്തിൽ തീ ആളിപ്പടർന്നു. യന്ത്രസാമഗ്രികളും മില്ലിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കളും കത്തി നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നു കരുതുന്നു. മില്ലിന്റെ പുറകുവശത്ത് വെച്ചിരുന്ന 2 ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടമൊഴിവായി. സമീപത്തെ വീട്ടുകാരാണ് തീ പടരുന്നത് ആദ്യം കണ്ടത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. പുതുക്കാട്, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പുതുക്കാട് ഫയർഫോഴ്സിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ TG ജയകുമാറിന്റെ നേതൃത്വത്തിൽ 1.5 മണിക്കൂർ പ്രയത്നിച്ചാണ് തീ അണച്ചത്. പുതുക്കാട് പോലീസ്, പഞ്ചായത്ത് അംഗം സെബി കൊടിയൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തി. കരിപ്പൂരിൽ 35 കോടിയിലേറെ വിലമതിക്കുന്ന ലഹരി വസ്തുവേട്ട. 3 വനിതാ യാത്രക്കാർ കരിപ്പൂർ വിമാനത്താവളത്തിൽ എയർ കസ്റ്റംസിന്റെ പിടിയിലായി. 13 രാത്രി 11:45 തായ്ലൻഡിൽ നിന്ന് എയർ ഏഷ്യ വിമാനത്തിൽ കോഴിക്കോട് ഇറങ്ങിയ ചെന്നൈ സ്വദേശിനി 40 വയസ്സുള്ള റാബിയത്ത്, കോയമ്പത്തൂർ സ്വദേശിനി 40 വയസ്സുള്ള കവിത, തൃശൂർ സ്വദേശിനി 39 വയസ്സുള്ള സിമി എന്നിവരെയാണ് എയർ കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. 34 കിലോ ഹൈബ്രിഡ് കഞ്ചാവും കൂടാതെ തായ്ലൻഡ് നിർമ്മിത 15 കിലോയോളം തൂക്കം വരുന്ന ചോക്ലേറ്റ്, കേക്ക്, ക്രീം ബിസ്ക്കറ്റ് എന്നിവയിൽ കലർത്തിയ രാസലഹരിയുമാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റിൽ ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് കസ്റ്റംസ് ഇവരെ പിടികൂടിയത്. ഇവർ തായ്ലാന്റിൽ നിന്നും കോലാലംപൂർ വഴി കോഴിക്കോട് ആണ് ഇറങ്ങിയത്. കൂടുതൽ അന്വേഷണം നടക്കുന്നതായി കസ്റ്റംസ് അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8,805 രൂപ, പവന് 70,440 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കുറുനരി ആക്രമണം തടയാൻ നടപടികൾ തുടങ്ങി. ചേർപ്പ് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന മുത്തുള്ളിയാൽ തോപ്പ്, പടിഞ്ഞാട്ടുമുറി, പാറാപ്പറമ്പ്, പണ്ടാരച്ചിറ എന്നിവിടങ്ങളിൽ വനം വകുപ്പ് പരിശോധന നടത്തി. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് പള്ളി വികാരിയെ പള്ളിയിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ പെരിഞ്ചേരി സ്വദേശിയായ 32 വയസ്സുള്ള ലിയോ പുത്തൂരാണ് മരിച്ചത്. മകൻ വാഹന അപകടത്തിൽ മരിച്ചതിൽ മനം നൊന്ത് അമ്മ ആത്മഹത്യ ചെയ്തു. ചേർപ്പ് പെരുമ്പിളിശ്ശേരി കോച്ചേരിപ്പറമ്പിൽ 58 വയസ്സുള്ള രാധയാണ് മരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.